ചുരത്തിൽ ട്രാവലർ അപകടത്തിൽപ്പെട്ടതിന്റെ കാരണം ടീച്ചർ നല്ല ടീച്ചറായിരുന്നു. സ്കൂളിൽ ചെന്ന അമ്മയും അച്ഛനൊക്കെ ടീച്ചറും മാഷൊക്കെ ഞങ്ങൾക്ക് എല്ലാവരും പോയി. ഞങ്ങൾ 3 പേരോളം. ഒരു കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാം കൊടുന്ന് ചിരിക്കുന്ന ഇമോജിയൊക്കെ എടുത്തിടുകയൊക്കെ ചെയ്യുന്നത് എന്ത് മനുഷ്യരാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഓർക്കുമ്പോഴേ എന്ത് മനുഷ്യരാണോ നീയൊക്കെ. ഇതാണ് ആ ഡ്രൈവർ. ഇപ്പൊ എല്ലാം കൂടെ ആ ഡ്രൈവറിന്റെ നെഞ്ചത്തോട്ട് കയറി ഇങ്ങനെ ചെല്ലുക. വാൽപ്പാറ അവിടെ സത്യം അയ്യോ, ഞാനതങ്ങ് അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാതെ അയച്ചു തരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനങ്ങ് പേടിച്ചു പോയി. അങ്ങ് അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടി വി കാണുന്ന പോലെയല്ല ചില കാര്യങ്ങളൊക്കെ. ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് ഇപ്പം ഇത് ഞാൻ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം ഞാൻ ചെയ്തില്ലായിരുന്നു. കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത്. ഞാനൊരു വീഡിയോ നോക്കുമ്പോൾ അതിനകത്ത് എല്ലാം കൂടി ഇരുന്ന് അങ്ങ് ചിരിക്കുന്ന ഇമോജികൾ ഇടുന്ന ഓരോ വ്യക്തികൾ ചിരിക്കുന്ന ഇമോജി ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഈ വീഡിയോ കണ്ടല്ലോ, ഞാൻ ആ കമൻറ്റ് എവിടെയോ അത് പിൻ ചെയ്യല്ല, ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് ആഡ് ആക്കിയിട്ടില്ല. ഈ ഒരു വീഡിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടി നോക്കുമ്പോൾ അതിനകത്ത് കുറേ എണ്ണം ചിരിക്കുന്നു, കൈ കൊട്ടുന്നു. എനിക്ക് തോന്നുന്നു അറബി നാട്ടിലെ അവന്മാരൊക്കെ വന്നിട്ട് അറബികൾ വന്ന് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം 2-3 ലക്ഷമൊക്കെ ഉള്ള ചാനൽ. അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ലാംഗ്വേജിൽ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാനതൊക്കെ നോക്കി നോക്കുമ്പോൾ നമ്മുടെ മലയാളികൾ കുറേ എണ്ണം ചിരിക്കുന്നു. അതിനിടയ്ക്ക് ഇന്നലെ ഒരു നാറി വന്നിട്ട് അമ്മാതിരി ഒരു വൃത്തിയോട് പറഞ്ഞു. ഒരുത്തം വന്നിട്ട് ഇവിടെ ഇതൊക്കെ എന്തിനാണ് ഈ ജാതിയും അതും വർഗീയത മണ്ണാങ്കട്ടൊക്കെ കലത്തുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. എന്തിനാ ഭൂമി ജീവിക്കുന്നത്? ഉള്ള സമയം ഞാനിപ്പോൾ പഠിച്ചൊരു കാര്യം, ഉള്ള സമയം സന്തോഷമായിട്ട് പോകുക, ആരെ കൊണ്ടൊന്നും പറയിക്കാതിരിക്കുക. പണ്ടൊക്കെ എടുത്തു ചാടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഓരോ പ്രായമായി വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഈ വന്ന് കമൻറ്റ് ഇടുന്നവനെ ഓരോ സെക്കൻഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടെ ഒന്ന് ആലോചിക്കണം. മനുഷ്യൻ്റെ കാര്യം എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏത് ഇപ്പം എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ വീഡിയോസിൽ കാണുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് സമയത്ത് ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നേ കണ്ടുള്ളൂ. പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞങ്ങ് വീഴുന്നു. അവൻ പോയി. മനുഷ്യൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, ആരുടെയും കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് കുറച്ചൊക്കെ ഇത് കാണിക്കുക, ചിരിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇനി ഞാൻ ആ വീഡിയോ വെച്ചുതരാം. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നിങ്ങൾ തന്നെ പറ. ഈ ചിരിക്കുന്നവൻ്റെയൊക്കെ തന്തയും തള്ളയൊക്കെ ഈ ഒരു ആക്സിഡന്റ് പറ്റിയത് നീക്ക് എന്ത് ചെയ്തേനെ? ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ്. ഇവിടെ ഇത്രയും വിവരം കിട്ടാൻ മലയാളികളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇത് ഇപ്പോഴത്തെ കുറേ ജനറേഷനിലെ കുറേ ടീംസുകളൊക്കെ ഉണ്ട്. അമ്മാതിരി നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിൻ്റെ വല്ല വിഷയത്തിൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ് ആദ്യത്തെ 5-10 അല്ല, മൊത്തം ഇരുന്നത് നോക്കണം നിങ്ങൾ. അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതേണ്ട അവിടുത്തെ വേറൊരു വീഡിയോ വെച്ച് തരാം. நிறைய பேருக்கு தெரியாமல் இருக்கும். 13வது பெண்டு இந்த பெண்லேருந்து வளைச்சு வண்டி இதில் போயிருக்கு. இந்த டிவைடரை தாண்டி நிகழ்வு பாருங்க, டிவைடரை தாண்டி இங்கிருந்து இந்த ஏரியாவிலேருந்து போயிருக்கு கீழே. அதாவது இதுதான் സ്പോട്ട്. ആ കിടക്കുന്ന കണ്ടോ നിങ്ങൾ? അവിടുന്ന് അത്രയും താഴോട്ട് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യർ ആ വണ്ടിയിലുള്ളവർ അനുഭവിച്ചത്. ആ ഡ്രൈവർ ഇപ്പോഴും അത്യാവശ്യം ഇച്ചിരി സിറ്റുവേഷൻ മോശമാണ്. അവനെയും കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാർ വന്നിട്ട്. ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ട്. വയനാട്ടിൽ പോകുന്ന വഴി താമരശ്ശേരി ചുരം കയറിയാണ് പോകുന്നത്. അവിടെ ഇതുപോലൊക്കെ തന്നെ ഉണ്ട്. ചില സ്ഥലത്താണെങ്കിൽ ഈ വരി കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അല്ല. അതൊക്കെ ഒരുപാട് ക്ലിയർ ആക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാനതൊക്കെ കണ്ടപ്പോൾ പേടിച്ചാൽ പോയി ഫസ്റ്റ് ടൈം ആ ഒരു ചുരം കയറിയ സമയത്ത്. ഓർക്കുമ്പോൾ ഇപ്പോൾ എന്തോ പോലാണ്. എല്ലാവരും സൂക്ഷിച്ച് പോവുക, ശ്രദ്ധിക്കുക. വേണ്ട കമൻറ്റ് വേണ്ട നോക്ക്. ഈ ഇമോജിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ?
ഇത് നോക്ക്, ഇത് മൊത്തം ഞാൻ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വർഗീയതയൊക്കെ പറയേണ്ടി, ചിലപ്പോൾ ഡാനി വർഗീയത പറഞ്ഞെന്ന് പറയും. ഇതിപ്പം ഓമർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ഏത് തരമാണെന്ന് നിനക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാം. അപ്പം മരിച്ചത് മുസ്ലിംസ് ആണ്, അങ്ങനത്തെ രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ. എന്തിനാണ് ഇവിടെ ഹിന്ദു മതം, മറ്റേ മതം, മറിച്ചേ മതം എന്നൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? അയ്യേ, കുറെ നാറികളുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി ഒരു ന്യൂസിനകത്ത് വന്ന് കറക്റ്റ് അവന്മാർ കാണിക്കുന്നതൊക്കെ ഒന്ന് വെച്ചുതരാം. മൂന്നാം വളവിലാണ് നമ്മളുള്ളത്. ഈ കാണുന്ന മേഖലയിൽ നിന്നുമാണ് വാഹനം, ഈ അപകടത്തിൽപ്പെട്ട ടെമ്പോ ട്രാവലർ വരുന്നത്. അവിടെ നിന്നും ഈ വാഹനം വരുന്നു. ഇതേ വളവ് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ കൃത്യമായ സുരക്ഷാ വേലികളുണ്ട്. കാരണം ഇതിൽ വന്ന് എനിക്കതിന് സൂം ചെയ്യാൻ പറ്റുന്നില്ല. വാഹനം ഇടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങി പോകും. അപ്പോ ഇവിടെ ഇതുപോലുള്ളതൊക്കെ വയനാട്ടിലൊക്കെ വരണം, പ്രത്യേകിച്ച് വയനാട്. ഞാൻ അവിടെ മല പോലുള്ള സ്ഥലത്ത് പോയത് വയനാട് മാത്രമേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ എനിക്ക് പെട്ട പാട്. എന്നുവെച്ചാൽ റോഡിന്റെ നടുക്കൂടാണ് ഞാൻ പോയത്. കാരണം സൈഡൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം ഒരു സെക്യൂരിറ്റി ഇല്ല അവിടെ. ഈ വാഹനം ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇവിടെയൊക്കെ സുരക്ഷിതമായി തന്നെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ തൊട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ ഭിത്തി ഇല്ലാത്ത ഒരു പ്രശ്നം. ഇവിടെ വരെ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് മുന്നേ വരെ ഏതാണ്ട് ഒരാളുടെ പകുതിയോളം ഒപ്പത്തിൽ സുരക്ഷാ ഭിത്തി ഉണ്ട്. പക്ഷേ ഈ കാണുന്ന മേഖലയിൽ നിന്നുമാണ് വാഹനം മുന്നോട്ട് പോയിരുന്നത്. ഇതേ സുരക്ഷാ വേലി ഇവിടെയും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ നിന്നും ഈ കാണുന്ന 13ാം വളവിൽ നിന്നും നേരെ വാഹനം തലകീഴായി മറിഞ്ഞ ശേഷം തൊട്ട് താഴെ 9ാം വളവിലേക്ക് 9ാം വളവിന് സമീപമുള്ള റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ആ കാണുന്നതാണ് നമ്മൾ മുമ്പ് കണ്ട ആ ടെമ്പോ ട്രാവലർ വാഹനം. ആ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ കാണുന്ന ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് ഈ 13ാമത്തെ വളവിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. എത്ര താഴ്ചയിലോട്ട് അവർ പോയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ തോന്നടാ നാറികളെ, എന്നിട്ടും വന്നിട്ട് ഇതുപോലുള്ള കമന്റും കാര്യങ്ങളൊക്കെ. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇടുന്നവന്മാരോട് പറയാം, നിന്റെയൊക്കെ കയ്യിൽ ഒരു ചെറിയൊരു മുറിവ് പറ്റുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിനക്കൊക്കെ ഉണ്ടായി കാണുമെന്ന്. അതെങ്ങനെ മറ്റുള്ളവർക്ക് ഇതൊക്കെ സംഭവിക്കുമ്പോൾ കൈ കൊട്ടാൻ നിന്നെ പോലുള്ള കുറെ നാറികളുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഇത് കാണുന്നവന്മാരോട് ഞാൻ പറയുക, അങ്ങനെയൊക്കെയുള്ളവന്മാരെ കിട്ടുവാണെങ്കിൽ സ്പോട്ടിൽ തന്നെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. ഇവിടെ ആവശ്യമായ സുരക്ഷാ ഭിത്തി ഇല്ലാത്തത് തന്നെയാണ് അപകട കാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയുള്ള സുന്ദരൻ എന്ന അണ്ണനാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇത് ഏറ്റവും വലിയ അപകടമാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിയ അപകടം. ഇത് വന്നിട്ട് ഈ വണ്ടിക്കാരൻ വന്നിട്ട് ഭയങ്കര സൗണ്ട് വെച്ചിട്ട് വരുന്ന വണ്ടിയിലെ, അതുകൊണ്ടാണെന്ന് വണ്ടി പറഞ്ഞ ആറിനൊക്കെ അതൊക്കെ അവർക്ക് തരുന്നില്ല. അല്ല, ഈ സുരക്ഷാ ഭിത്തി ഇവിടെ ഹൈറ്റ് ഇല്ലല്ലോ. ഹൈറ്റില്ല. അതേപോലെ ആ ടേണിംഗ് ഇത് ഇവിടെ ഉണ്ടായിരുന്നു. സേഫ് ആയിരുന്നു. മുമ്പ് ഇവിടെ ആക്സിഡന്റ് ഉണ്ടായ ഈ മേഖലയിൽ ഇത് വരയ്ക്കുന്ന ഇതാ ഫസ്റ്റ് ടൈം. മുന്നാടി ബസ് ആക്സിഡന്റ് എടുത്ത് പറഞ്ഞില്ലേ? രണ്ടാമത് ബണ്ടില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പാ പള്ളി വണ്ടിയാണ് ഒരു ബസ്. അത് കുറെ വർഷമായി. എത്ര പേര് അന്ന് മരിച്ചു? അതിൽ വന്ന് 7 പേര് മരിച്ചു. ഇതിപ്പോ 9 പേര് മരിച്ചു. നിങ്ങൾ രക്ഷാപ്രവർത്തനം ഇന്നലെ ഇതെവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടുന്ന് പൊള്ളാച്ചിലിരുന്ന് വാൾപ്പാറയ്ക്ക് പോയിട്ട് ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന അനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് താഴെ ഒരു ബസ് ആക്സിഡന്റ് പറ്റിയിരുന്നു. അന്ന് 7 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സൈഡിലെ കൊച്ചുങ്ങളെ ഒക്കെ വീഡിയോ വെക്കണമെന്നുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഇനി അത് വെച്ചിട്ട് ഇനി ആൾക്കാരെ വെറുതെ ഇമോഷണൽ ആക്കുന്നില്ല. ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ വന്നത് ഇതുപോലുള്ള കമന്റ് ഇടുന്ന നാറുകളോടാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്ന് കമന്റ് ഇടരുത്. അവരെല്ലാവരും പോയി, അതിനൊരു റെസ്പെക്ട് കൊടുക്കുക. എല്ലായിടത്തും ചെന്നിട്ട് അങ്ങ് ചിരിക്കുന്ന അങ്ങനെ വേണം ഇങ്ങനെയാണ് മറ്റേ എന്ത് നാറികളാണ്. അത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു ഗൈസ്.